ശരിക്കും വേല കാണണമെങ്കിൽ വടക്കേത്തറയ്ക്ക് വരണമെന്ന് പറഞ്ഞ പോലെയാണ് കാഴ്ചകൾ. വടക്കേത്തറക്കാരുടെ വേലയുടെ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗംഭീര പരിപാടികളാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല. ആനയും പഞ്ചവാദ്യവും ഈ കലാരൂപങ്ങളും ദമ്പോലയും അടക്കം നിരവധി പരിപാടികളാണ്. വേല കമ്മിറ്റിയുടെ കമ്മിറ്റിക്കാർ നമ്മളോട് ചേരുന്നുണ്ട്. നിതിനിലേക്ക് വരാം. നിതിൻ, ഇപ്രാവശ്യത്തെ വേല ഗംഭീരമാണ്, പറയാതെ വയ്യ. മൊത്തത്തിലൊരു കാഴ്ചകൾ തന്നെയാണ്, കാഴ്ചകളുടെ വസന്തം. എങ്ങനെ ഒപ്പിക്കുന്നു ഇങ്ങനെ ഇത്ര ഗംഭീരമാക്കി? കഴിഞ്ഞ എല്ലാ വർഷവും ഓരോ വർഷം കൂടുന്നവരും വേല മെച്ചപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർഷം അതുപോലെ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ മികച്ച രീതിയിൽ വേല സംഘടിപ്പിക്കാൻ നമ്മൾ വേല കമ്മിറ്റി തീരുമാനിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിൽ നമുക്ക് വേല സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടാൽ മനസ്സിലാവും, എല്ലാം സബ് കമ്മിറ്റികളും കഴിഞ്ഞ ദിവസം ഗാനമേളയും കഴിഞ്ഞു. അപ്പോൾ സബ് കമ്മിറ്റികളായാലും സെൻട്രൽ കമ്മിറ്റി ആയാലും ആ വേലയുടെ കെട്ടും മട്ടും എല്ലാം പഴമയിൽ നിന്നെല്ലാം മികച്ച രൂപത്തിൽ സംഘടിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും വരുംകാലങ്ങളിലും ഇതേപോലെ തുടർന്നു പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹവും. എന്തായാലും പറയാതെ ഇന്നലെ ഗാനമേളയാണെങ്കിലും ഗംഭീര ഗാനമേളയായിരുന്നു. ഇന്നിപ്പോൾ കലാരൂപങ്ങളാണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മികച്ചതാണ്. കാരപ്പറ്റ വേല, പട്ടിക്കാളി അയ്യപ്പൻകാവിലെ വേല ഇത്ര ഗംഭീരമായിട്ട് ഒരു വർഷം കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു സംഘാടനം എങ്ങനെ സംഭവിക്കുന്നു? സംഘാടനം അതായത് ഓരോ സെപ്പറേറ്റ് കമ്മിറ്റികളാണോ? അതായത് സംഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വേലയെല്ലാം സംഘടിപ്പിക്കുന്ന സെൻട്രൽ വേല കമ്മിറ്റിയാണ് സംഘടിപ്പിക്കുന്നത്. അതിന് കൂട്ടായിട്ട് ഡ്രീം ബോയ്സ് എന്ന് പറഞ്ഞ സബ് കമ്മിറ്റി ഉണ്ട്, 11 സ്റ്റാർ ഗ്രൂപ്പിൻ്റെ സബ് കമ്മിറ്റി ഉണ്ട്, പിന്നെ ടീം കൗരവരുടെ സബ് കമ്മിറ്റി ഉണ്ട്. ഇതെല്ലാം വ്യത്യസ്ത പരിപാടികളാണ്. ഇപ്പോൾ കൗരവരാണെങ്കിൽ അവർ തമ്പോലവും പിന്നെ മയൂര നൃത്തവും അതാണ് സംഘടിപ്പിക്കുന്നത്. ഡ്രീം ബോയ്സ് ആണെങ്കിൽ നമ്മൾ ഈ ഭാഗത്തൊന്നും ഈ കുമ്പക്കളിയൊന്നും നമ്മുടെ ഭാഗത്ത് എവിടെയും കാണാറില്ല. പണ്ട് ഈ മാരിയും മൊങ്ങലൊക്കെ കുമ്പക്കളി ഉണ്ടാകുന്നല്ലാതെ ഇപ്പോഴൊന്നും കാണാറില്ല. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊരു പരിപാടി തന്നെയാണ് കുമ്പക്കളി നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഈ തെയ്യും അവിടെ കൂടെ ഉണ്ട്. പിന്നെ 11 സ്റ്റാറുണ്ട്. സാധാരണ 11 സ്റ്റാർ സംഘടിപ്പിക്കുക ഉച്ചയിലാണ് സംഘടിപ്പിക്കുക. ഈ പ്രാവശ്യം ചെറിയ സാങ്കേതിക തടസ്സം കൊണ്ട് നമുക്ക് ഉച്ചയിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ അതിലും നല്ല രൂപത്തിൽ ഒരു കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഗാനമേള കഴിഞ്ഞത്. അത് ആലപ്പുഴയിലുള്ള ഭീമ ബ്ലൂ ഡയമണ്ട്സ് ആണ് ആലപ്പുഴയിലുള്ള ഗാനമേള സംഘടിപ്പിച്ചത്. 11 സ്റ്റാറാണ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ നമ്മൾ സാധാരണ തലേദിവസം ഒരു പരിപാടി നമുക്ക് ചെയ്യാറില്ല.
പക്ഷെ മികച്ച പങ്കാളിത്തം, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പങ്കാളിത്തമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. തെരുവെന്നായാലും കാരപ്പട്ടിയിൽ നിന്ന് പോലും ആളുകൾ വന്ന് കണ്ടിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പരിപാടികൾ ജനങ്ങൾ നന്നായി കാണുന്നുണ്ട്. അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച വേല കമ്മിറ്റി ആയാലും സബ് കമ്മിറ്റികളായാലും എല്ലാം തന്നെ നല്ല രൂപത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ദേശീയ കമ്മിറ്റി, ദേശത്തിലെ എല്ലാ ആളുകളും നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് നല്ല രീതിയിൽ വേല സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ. വലിയ കാഴ്ചകളാണ്. ചെറിയ ബഡ്ജറ്റിലല്ല, വലിയ വലിയ ബഡ്ജറ്റിലാണ് പരിപാടികൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ കുട്ടികളൊക്കെ ഇന്നലെ കളിച്ച ആളുകളാണ്, അവിടെ ഗാനമേള സ്റ്റേജിൽ കളിച്ച ആളുകളാണ്. കുട്ടികളൊക്കെ അടക്കം വമ്പൻ സെറ്റപ്പിലാണ് കാര്യങ്ങൾ പഠിച്ചുകൊടുക്കുന്നത്. ആഘോഷത്തിന്റെ നിറവിലാണ് വടക്കേത്തറ ദേശം. കാഴ്ചകളിലേക്ക് കാണാം. വേല കമ്മിറ്റിയുടെ വടക്കേത്തറ വേല കമ്മിറ്റിയുടെ ഒരു ഭാഗമായ ഡ്രീം ബോയ്സിന്റെ കൂട്ടുകാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡ്രീം ബോയ്സിന്റെ അല്ലേ, ഡ്രീം ബോയ്സ് ആണ് നിങ്ങളെല്ലാം. എന്താണ് ഡ്രീം ബോയ്സിന്റെ ഒരു പരിപാടികൾ? 12ാമത്തെ വർഷവും അതിഗംഭീരമായിട്ടുള്ള 15ാമത്തെ വർഷവും അതിഗംഭീരമായിട്ടുള്ള പരിപാടികൾ കണ്ടു നോക്കി കാണുന്നവർക്ക് ഓരോ വർഷവും അതിഗംഭീരമായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലൂ ലെവൽ സ്റ്റാറും അതിഗംഭീരമായിട്ടുള്ള പരിപാടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിലും ഗംഭീരമായിട്ടുള്ള പരിപാടികൾ ഇനി വരുന്ന വർഷങ്ങളിലും ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഡ്രീം ബോയ്സ്. വടക്കത്തറ ദേശത്തിന്റെ അടിപൊളി മഹോത്സവത്തോടു കൂടി ഇനിയും വൻകിടമായിട്ട് വന്നു വരുവാൻ ഞങ്ങൾ നല്ല പരിപൂർണ്ണ പിന്തുണ ഞങ്ങൾ കൊടുത്തിരിക്കും. ഉണ്ടാവും 100%. ഇന്നത്തെ പരിപാടി നമ്മുടെ തെയ്യം, മറ്റേ കാവടി, ആ പരിപാടികളെല്ലാം ഉണ്ട്. അപ്പം അല്ല അത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രീം ബോയ്സ് ലെവലിൽ തെയ്യം പരിപാടികളൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള പരിപാടിയാണ്. 15 വർഷം നമ്മൾ 15 വർഷം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങിയാണ്. 15 വർഷമായിട്ട് ഈ പരിപാടി നല്ല ഗംഭീരമായി കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നല്ല ഗംഭീരമായിട്ട് ഡ്രീം ബോയ്സിൻ്റെ പരിപാടി അടിപൊളി പോകും. വടക്കേത്തറ ദേശത്തിൽ വേല കമ്മിറ്റിയോട് അനുബന്ധിച്ചാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്. വേല കമ്മിറ്റിയായിട്ട് നമ്മുടെ ഏട്ടന്മാരുടെ ഉച്ചയിടും വെടിക്കെട്ടുകൊണ്ട് ഇന്നലെ വൈകുന്നേരത്ത് ഗാനമേള ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഗംഭീര പെൺകുട്ടികളും ആൺകുട്ടികളും ഫുൾ ഡാൻസ് കളിച്ചൊരു ഗാനമേള ഈ ഏരിയയിൽ ഉണ്ടായിട്ടുള്ള അടിപൊളി ഗാനമേള നല്ല പരിപാടിയായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായം. വടക്കഞ്ചേരി SI വന്ന് SIക്ക് വരെ നല്ല അഭിപ്രായമാണ്. എല്ലാവർക്കും നല്ല കാലഘട്ടങ്ങളിലും ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഡ്രീം ബോയ്സ് ഐത്താപ്പറമ്പ് ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഇനിയുള്ള കാലഘട്ടങ്ങള് ഞങ്ങളുടെ മണ്ണിന് ഇനിയുള്ള കാലങ്ങള് ഞങ്ങൾ ഒന്നും കൂടി കൊണ്ടുവരും. അടുത്ത വേല ഇതിലും ഗംഭീരമായിരിക്കും. ഞങ്ങള് ഇപ്പൊ തുടർച്ചയായിട്ട് 15ാമത്തെ വർഷമാണ് ഞങ്ങൾ ഈ ഡ്രീം ബോയ്സ് കമ്മിറ്റി നിലവിൽ വന്നിട്ട്. തുടക്കത്തിൽ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ 18 വയസ്സൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇത്രയും വർഷമായി. ഓരോ വർഷവും വെറൈറ്റി ആയിട്ടുള്ള ഓരോ പരിപാടികൾ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇനിയും അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സഹകരണം, ഞങ്ങൾക്ക് വേല കമ്മിറ്റിയുടെ സഹകരണമുണ്ട്, അതേപോലെ ഞങ്ങളുടെ ഉച്ചയുടെ കമ്മിറ്റിയുടെ സഹകരണമുണ്ട്, അതേപോലെ എല്ലാ ജനങ്ങളുടെയും സഹകരണമുണ്ട്. ദേശത്തിന്റെ എല്ലാ സഹകരണവും കൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ദേശീയ കൂട്ടായ്മ എല്ലാ നാട്ടുകാരും ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച് എല്ലാവരും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങൾ ഞങ്ങൾ ഒന്നും കൂടി 15 വർഷമായി എല്ലാ വർഷം പുതിയ ഐറ്റം പരിപാടികൾ കൊണ്ടുവരാനുള്ളത്. ഓരോ വർഷവും ഞങ്ങൾ പുതിയ പരിപാടി കൊണ്ടുകൊണ്ടിരിക്കും. ജനങ്ങളെ നല്ല പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട്. ഒറ്റപ്പാലം എല്ലാവരും ഒരു ഹായ് പറയും. എല്ലാവരും ഒരു ഹോയ് പറഞ്ഞാൽ ഓക്കെ. നമുക്ക്